അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഉളുഹിയത്ത്. ഉളുഹിയത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഉളുഹിയത്തിനിക്ക് എന്താണ് തെളിവ്, ആരാണ് ഉളുഹിയത്ത് അറുക്കേണ്ടത്, ഏത് മൃഗത്തിനെയാണ് അറുക്കേണ്ടത്, അറുക്കുന്ന മൃഗത്തിന് എത്ര വയസ്സായിരിക്കണം, അതിന്റെ നിറം എന്തായിരിക്കണം, അതിന്റെ മാംസം ആർക്കാണ് കൊടുക്കേണ്ടത്, അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് അതിന്റെ മാംസം കൊടുക്കാൻ പാടുണ്ടോ, അതിന്റെ മാംസം വിൽക്കാൻ പാടുണ്ടോ, അതിന്റെ നീയത്ത് എങ്ങനെയായിരിക്കണം, അതുപോലെ പല ആളുകൾ ഷെയർ കൂടിയിട്ട് ഒരു മൃഗത്തിനെ അറുക്കുന്നുണ്ടെങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, എത്ര ആളുകൾ കൂടിയിട്ട് ഏത് മൃഗത്തിലാണ് ഷെയർ കൂടിയിട്ട് അറുക്കാൻ പാടുള്ളത്, അതുപോലെ സുന്നത്തായ ഉളുഹിയത്തുള്ള ഒരാളും നിർബന്ധമായ ഉളുഹിയത്തുള്ള ഒരാളുമായിട്ട് ഷെയർ കൂടിയിട്ട് ഒരു മൃഗത്തിനെ അറുക്കാൻ പാടുണ്ടോ. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച കാലമാണ്. ഇനി ക്ലോണിങ്ങിലൂടെയോ മറ്റോ അല്ലെങ്കിൽ സാധാരണ ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു മൂരിയും ഒരു ആടും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അതിലൊരു കുട്ടി ഉണ്ടായാൽ അതിന് ഉളുഹിയത്ത് അറുക്കാൻ പാടുണ്ടോ. ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റും ചെയ്യുക. കാരണം ലൈക്കും കമന്റും കൂടുന്നതിനനുസരിച്ച് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോനെ മറ്റുള്ള ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് എത്തിക്കുകയും അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്താനും അത് കാരണമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ഉളുഹിയത്തിനിക്ക് എന്താണ് തെളിവ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ആ പാത പിൻപറ്റിക്കൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയും അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് അത് ബലിയറുക്കുകയും ചെയ്ത ആ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ഉളുഹിയത്ത് അറുക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്ന് തഫ്സീറിന്റെ മുഫസ്സിരീങ്ങളായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്തില് 2-ാമത്തെ ആയത്തായ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങളുടെ റബ്ബിനിക്ക് നിങ്ങൾ നിസ്കരിക്കുകയും നിങ്ങൾ ബലികർമ്മം ചെയ്യുകയും ചെയ്യുക. ഇതിനിക്ക് തഫ്സീറായിട്ട് തഫ്സീറിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനിക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് അത് ബലിപെരുന്നാൾ നിസ്കാരമാണ് എന്നും നിങ്ങൾ ബലികർമ്മം ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഉളുഹിയത്താണ് എന്നുമാണ് തഫ്സീറിന്റെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഖുർആനിലൂടെയും ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി തെളിവുണ്ട് എന്നർത്ഥം. ഇനി ആരാണ് ഈ ഉളുഹിയത്ത് അറുക്കേണ്ടത്? അത് സ്വന്തം ചെലവിനും സ്വന്തം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെ ചെലവിനും ഉള്ള സാമ്പത്തികം വെച്ചിട്ട് ഒരു മൃഗത്തിനെ വാങ്ങിയിട്ട് ആർക്കൊക്കെ ഉളുഹിയത്ത് അറുക്കാൻ പറ്റും ആ ആളുകളൊക്കെ ഉളുഹിയത്ത് അറുക്കണം. അതായത് സ്വന്തം ചെലവിനുള്ള സാമ്പത്തികം, താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ആവശ്യത്തിനുള്ള സാമ്പത്തികം, അതും കഴിച്ചിട്ട് ഒരാൾക്ക് ഒരു മൃഗത്തിനെ വാങ്ങിയിട്ട് അറുക്കാൻ കഴിയുമെങ്കിൽ അവരൊക്കെ ഉളുഹിയത്ത് അറുക്കണം. നിർബന്ധമല്ല, ശക്തിയായ സുന്നത്താണ്. ഈ മൃഗം നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പാലം വിട്ടുകിടക്കാനുള്ള ഒരു വാഹനമായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുള്ളത്. അപ്പോ ഏത് മൃഗത്തിനെയാണ് അറുക്കേണ്ടത്? മൃഗത്തിനെ അറുക്കേണ്ട സ്ഥലത്ത് പറയുന്നത് ഒട്ടകം, മാട്, ആട്, ഈ 3 വിഭാഗത്തിനെയാണ് ഉളുഹിയത്ത് അറുക്കേണ്ടത്. അപ്പൊ ഒട്ടകം നമ്മുടെ നാടുകളിൽ ഇന്ന് കിട്ടൽ സുലഭമല്ലാത്തത് കൊണ്ട് ഒട്ടകത്തിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നാലും പറയുമ്പോൾ നമ്മുടെ ആ വിധി പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോ ആദ്യമായി ഒട്ടകം. 2-ാമത്തെ വിഭാഗം മാട്. ഈ മാടിലാണ് പോത്ത്, പശു, മൂരി ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് മാട് എന്നുള്ളത്. മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് ഞാൻ മാട് എന്ന് മാത്രമേ പറയുള്ളൂ. അതിൽ മനസ്സിലാക്കുക, പോത്ത്, മൂരി, പശു ഇതൊക്കെ മാടിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഉള്ളത് ആട്. ആടിൽ 2 വിഭാഗമുണ്ട്, കോലാട് അതുപോലെ തന്നെ നെയ്യാട്. ഈ 2 വിഭാഗമുണ്ട്. നമ്മുടെ നാടുകളിൽ സാധാരണ കാണുന്നത് കോലാടാണ്. ഇനി ഏത് നിറത്തിലുള്ള മൃഗത്തിനെയാണ് അറുക്കേണ്ടത്? ആ നിറത്തിലുള്ള മൃഗത്തിനെ മാത്രമേ അറുക്കാൻ പാടുള്ളൂ എന്നല്ല, ആ നിറത്തിലുള്ള മൃഗത്തിന് മുന്തിക്കൽ നല്ലതാണ്. ആദ്യമായിട്ട് വെള്ള നിറമുള്ള മൃഗം, പിന്നെ മഞ്ഞ നിറമുള്ളത്, പിന്നെ തവിട് നിറമുള്ളത്, പിന്നെ ചുവപ്പ് നിറമുള്ളത്, പിന്നെ വെളുപ്പും കറുപ്പും കലർന്നിട്ടുള്ള നിറമുള്ളത്, പിന്നെ കറുപ്പ് നിറമുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ വെള്ള നിറമുള്ള മൃഗത്തിനെ എടുക്കുക, അതില്ലെങ്കിൽ മഞ്ഞ നിറമുള്ളത് എടുക്കുക, അതില്ലെങ്കിൽ തവിട് നിറമുള്ളത് എടുക്കുക, അതില്ലെങ്കിൽ ചുവപ്പ് നിറമുള്ളത് എടുക്കുക, അതില്ലെങ്കിൽ വെള്ളയും കറുപ്പും ഇടകലർന്നിട്ടുള്ളത് എടുക്കുക.
അതുമില്ല എങ്കിൽ കറുപ്പുള്ളത് എടുക്കുക. ഇനി എത്ര വയസ്സുള്ള മൃഗത്തിനെയാണ് ഉളുഹിയത്ത് അറുക്കേണ്ടത്? അവിടെ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി മാടാണെങ്കിൽ, ഊത്ത്, പശു, മോരിയൊക്കെ ആണെങ്കിൽ 2 വയസ്സായിരിക്കണം. ആടാണെങ്കിൽ, കോലാടാണെങ്കിൽ 2 വയസ്സായിരിക്കണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സായാൽ മതി. 1 വയസ്സായാൽ മതി എന്ന് മാത്രമല്ല, 6 മാസം പിന്നിട്ട ഒരു നെയ്യാടിന്റെ പല്ല് സ്വയം കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ആടിനെയും ഉളുഹിയത്ത് അറുക്കാവുന്നതാണ്. അതായത് 6 മാസം കഴിഞ്ഞ ഒരു നെയ്യാട് 7 8 മാസമായിട്ടുണ്ട്, അതിന്റെ പല്ല് സ്വമേധയാ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാൽ ആ മൃഗത്തിനെയും ഉളുഹിയത്ത് അറുക്കാം. അപ്പോ ഉളുഹിയത്തിന് തെളിവായി ആരാണ് അറുക്കേണ്ടതെന്നായി, ഏത് മൃഗത്തിനെ എന്നായി, വയസ്സായി, നിറമായി. ഇനി എപ്പോഴാണ് അറുക്കേണ്ടത്? അറുക്കേണ്ടത് ബലിപെരുന്നാളിന്റെ അന്ന് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നതിന് ശേഷം. ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ട് 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും കഴിയുന്ന സമയം. സാധാരണ നമ്മുടെ നാടുകളിൽ പെരുന്നാൾ നിസ്കാരവും ഖുതുബയും കഴിഞ്ഞിട്ടാണല്ലോ ഉളുഹിയത്ത് അറുക്കാറുള്ളത്. ഏകദേശം ആ സമയം, അതാണ് തുടക്കം. അവസാനം അയ്യാമു തശ്രീഖിന്റെ ആ 3 ദിവസത്തിന്റെ മഗ്രിബ് വരെ, അതുവരെ അറുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് പെരുന്നാളിന്റെ അന്ന് തന്നെ ആദ്യ സമയത്ത് അറുക്കലാണ്. ഇനി പുരുഷന്മാരുടെ ഉളുഹിയത്താണെങ്കിൽ ആ പുരുഷന്മാര് തന്നെ അറുക്കലാണ് നല്ലത്. ആ പുരുഷൻ തന്നെ അറുക്കലാണ് നല്ലത്. ഇനി എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? ഇത് എന്റെ സുന്നത്തായ ഉളുഹിയത്താകുന്നു, അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉളുഹിയത്തിനെ ഞാൻ അറുക്കുന്നു, ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനി ഫർളിലാണെങ്കിലോ, ഒരാൾ നേർച്ചയാക്കിയ ഉളുഹിയത്താണ്, നേർച്ചയാക്കിയ ഉളുഹിയത്താണെങ്കിൽ എന്റെ ഫർളായ ഉളുഹിയത്തിനെ ഞാൻ അറുക്കുന്നു, അല്ലെങ്കിൽ ഇത് എന്റെ ഫർളായ ഉളുഹിയത്താകുന്നു, ഇങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. ഇനി ഈ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? പുരുഷനാണെങ്കിൽ മൃഗത്തിന് അറുക്കുന്ന സമയത്ത് ഇത് എന്റെ സുന്നത്തായ ഉളുഹിയത്താകുന്നു, അല്ലെങ്കിൽ സുന്നത്തായ ഉളുഹിയത്തിനെ ഞാൻ അറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാറ്റി വെക്കുമ്പോൾ ഇത് എന്റെ സുന്നത്തായ ഉളുഹിയത്തിന്റെ മൃഗമാണെന്നുണ്ട് മാറ്റി വെക്കുമ്പോൾ ആ സമയത്ത് കരുതാം. അല്ലെങ്കിൽ പിന്നെ ഒരാളെ ഏൽപ്പിക്കുകയാണ് അറുക്കാൻ വേണ്ടി, അപ്പൊ ആ സമയത്ത്, ആ ഏൽപ്പിക്കുന്ന സമയത്തും നിയ്യത്ത് വെക്കാം. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നിയ്യത്ത് വെക്കാം. ഇനി ഇതിന്റെ മാംസം ആർക്കാണ് കൊടുക്കേണ്ടത്? മാംസം കൊടുക്കുമ്പോൾ മിസ്കീനെയും ഫക്കീറിനെയും നമ്മൾ മുന്തിക്കണം. അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കാം. ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ കണ്ടെത്തി കൊടുക്കലാണ് നല്ലത്. മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അയൽവാസികളൊക്കെ ഒരുപാട് പണക്കാരാണുള്ളത് എങ്കിൽ അവർക്കും കൊടുക്കാം, കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഫക്കീറിനെയും മിസ്കീനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്. അതുപോലെ ആ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഉളുഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല. ഉളുഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പാടില്ല. കാരണം ഇത് ഒരു ഇബാദത്തിന്റെ, ഒരു ആരാധനയുടെ ഭാഗമാണ്. നമ്മുടെ അയൽവാസികളൊക്കെ അമുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് ഇറച്ചി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അവർ മാംസം കഴിക്കുന്നവരാണെങ്കിൽ അത് പുറത്തുനിന്ന് വേറെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുന്നതല്ലാതെ ഈ ഉളുഹിയത്തിന്റെ മാംസത്തിൽ നിന്നും കൊടുക്കാൻ പാടില്ല. ഇനി ഇതിന്റെ മാംസം വിൽക്കാൻ പാടുണ്ടോ? ഒരു ഫക്കീറിനിക്കോ മിസ്കിനിക്കോ ഈ മാംസം കിട്ടിയാൽ അവർക്ക് അത് വിൽക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഒരു ഫക്കീറിനിക്ക് അല്ലെങ്കിൽ ഒരു മിസ്കിനിക്ക് കുറച്ച് ഇറച്ചി കിട്ടി, ഉളുഹിയത്തിന്റെ ഇറച്ചിയാണ് കിട്ടിയത്, അത് അവർ വിറ്റിട്ട് അതിന്റെ കാശ് അവരെടുക്കുകയാണ്, അത് കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമില്ല. പൈസ ഉള്ള ആളുകൾ, പണക്കാര് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഷെയർ കൂടിയിട്ട് മൃഗത്തിനെ അറുക്കുന്നുണ്ടെങ്കിൽ എത്ര ആളുകളൊക്കെ ഏതൊക്കെ മൃഗത്തിൽ ഷെയർ കൂടാം എന്നാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം 7 ആളുകളാണ് ഷെയർ കൂടാൻ പറ്റിയിട്ടുള്ളത്. അത് ഏതൊക്കെ മൃഗത്തിലാണ്? ഒട്ടകത്തിലും മാടിലുമാണ് ഷെയർ കൂടാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഒട്ടകത്തിൽ 7 ആളുകൾ വരെ മാക്സിമം ഷെയർ കൂടാം. അതുപോലെ തന്നെ മാടിലും 7 ആളുകൾ വരെ ഷെയർ കൂടാം. ആടാണെങ്കിൽ ഒരാള് ഒന്ന് തന്നെ അറുക്കണം, അതില് ഷെയർ കൂടാൻ പാടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് സുന്നത്തായ ഒരു ഉളുഹിയത്താണ്, ഒരാള് നേർച്ച വെച്ചിട്ടുണ്ട്, ഞാൻ ഉളുഹിയത്ത് അറുക്കും എന്ന് ഒരാൾ നേർച്ച വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ ഉളുഹിയത്ത് നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ ഒരാളും ഉളുഹിയത്ത് സുന്നത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരാളും, അവർ രണ്ടാളും കൂടിയിട്ട് ഷെയർ ആയിട്ട് ഒരു മൃഗത്തിനെ വാങ്ങിയിട്ട് അറുക്കാൻ പാടുണ്ടോ? അത് പാടുണ്ട്, അത് കുഴപ്പമില്ല. നിർബന്ധമായിട്ട് നേർച്ചയാക്കിയിട്ടുള്ള ഒരാളും സുന്നത്തായിട്ട് ഉളുഹിയത്ത് അറുക്കാൻ കരുതിയിട്ടുള്ള ഒരാളും ഷെയർ കൂടിയിട്ട് ഒരു മൃഗത്തിനെ വാങ്ങിയിട്ട് അറുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയാണ് ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ കൂടിയിട്ട് കുറെ മൃഗങ്ങളെ വാങ്ങിയിട്ട് അറുക്കുന്നുണ്ടാവും.
ഇങ്ങനെ അറുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എല്ലാ ആളുകളുടെ ഉലുഹിയത്തും ബാത്തിലായി പോകുന്നതാണ്. എങ്ങനെയാണെന്നറിയോ? ഉദാഹരണത്തിന് 14 ആളുകൾ കൂടിയിട്ട് 2 മൃഗത്തിനെ വാങ്ങിയിട്ട് അറുക്കുന്നു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 21 ആൾ കൂടിയിട്ട് 3 മൃഗത്തിനെ വാങ്ങിയിട്ട് അറുക്കുന്നു എന്ന് വിചാരിച്ചോ. അറുക്കുന്നത് പോത്തിനെ തന്നെ എന്ന് വിചാരിച്ചോ. ഉദാഹരണം പറയാം. അപ്പോ 21 ആളുകളും കൂടിയിട്ട് കാശ് പിരിപ്പിച്ചിട്ട് അവര് പോയി ഈ 3 മൃഗത്തിനെ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് അത് അറുത്ത് ഉലുഹിയത്ത് കൊടുക്കുകയാണ്. എന്നാൽ ഇവിടെ സൂക്ഷിക്കേണ്ടത്, ഈ 3 മൃഗത്തിനെയും 7 ആളുകളായിട്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് ഓരോ ആളുകൾക്കും കൊടുക്കണം. 7 ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഇത് നിങ്ങളുടെ മൃഗമാണ്, മറ്റ് 7 ആളുകൾക്ക് ഇത് നിങ്ങളെ മൃഗമാണ്, ഇത് നിങ്ങളെ മൃഗമാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ വിഭാഗത്തിനും അവരവരുടെ മൃഗത്തിനെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് കൂട്ടമായിട്ട് അറുത്തോ, കുഴപ്പമില്ല. അല്ലാതെ 21 ആളുകളും കൂടിയിട്ട് 21 ആളുണ്ടല്ലോ, അപ്പോ 3 മൃഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അറുക്കാൻ പാടില്ല. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിന് എത്ര ആള് കൂടിയിട്ട് അറുക്കുന്നുണ്ടെങ്കിലും, 70 ആള് കൂടിയിട്ട് 10 പോത്തിനെ അറുക്കുന്നുണ്ടെങ്കിലും ആ 10 വിഭാഗമായിട്ട് ഓരോ ആളുകൾക്കും ഓരോ മൃഗത്തിനെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാവരും കൂടിയിട്ട് അറുത്തോട്ടെ, പക്ഷെ ഏൽപ്പിച്ചിട്ട് മാത്രമേ അറുക്കാൻ പാടുള്ളൂ. ഇനി 7 ആളുകൾ കൂടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരുടെയും ഉൽഹിയത്ത് നീ അറുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചാൽ ആ ഒരാൾ മതി, ആ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, ഇത് നിങ്ങളുടെ മൃഗമാണ്. അങ്ങനെ ഓരോ വിഭാഗത്തിനും ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മൾ 21 ആളുണ്ടല്ലോ, അപ്പൊ 3 മൃഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറുത്താൽ ആ ഉലുഹിയത്ത് സഹിയാവുകയില്ല. അതുപോലെ തന്നെ സുന്നത്തായ ഉലുഹിയത്ത് അറുത്താൽ അതിൽ നിന്നും ഒരല്പം സുന്നത്തിന് വേണ്ടി നമ്മൾ ഇറച്ചി എടുത്തിട്ട് ബാക്കി മുഴുവനും സദക്ക ചെയ്യലാണ് നല്ലത്. ഇനി നിർബന്ധമാക്കിയ, അതായത് നേർച്ചയാക്കിയിട്ട് അറുക്കുന്ന ഒരു ഉലുഹിയത്താണെങ്കിൽ അതിൽ നിന്നും ഒട്ടും നമ്മൾ എടുക്കാൻ പാടില്ല, അത് മുഴുവനും ഉലുഹിയത്തിന് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ ഉലുഹിയത്ത് അറുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ചെയ്യുന്നുണ്ട്, ഇതിന്റെ തോല് വിറ്റിട്ട് നിങ്ങൾ അതിന്റെ കാശെടുത്തോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പാടില്ല. അതിന്റെ തൊലി വിറ്റിട്ട് കാശെടുത്തിട്ട് അത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അവർക്ക് കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ കൊടുക്കണം. ഇനി ഒരാൾക്ക് ഒരു മൃഗത്തിനെ അറുക്കലാണ് നല്ലത്, ഒറ്റക്ക് അറുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അല്ല എങ്കിൽ മറ്റു മൃഗങ്ങളിൽ ഷെയർ കൂടിയിട്ട് അറുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ നോക്കുന്നത്, ശാസ്ത്രം വളരെ പുരോഗമിച്ച കാലമാണ്, എന്തും സംഭവിക്കാം എന്നുള്ള കാലമാണ്. അപ്പോ ഒരു മോരിയും ഒരു ആടും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അതിലൊരു കുട്ടി ഉണ്ടായാൽ, ഇനി ക്ലോണിങ്ങിലൂടെയോ മറ്റോ എങ്ങനെയാട്ടെ, ഒരു മോരിയും ഒരു ആടും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അതിലൊരു കുട്ടി ഉണ്ടായാൽ അതിനെ ഉലുഹിയത്ത് അറുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ ഉലുഹിയത്ത് അറുക്കാൻ പറ്റുന്ന 2 മൃഗങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുട്ടിയുണ്ടായാൽ അതിനെ അറുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി ഒരു ആടും ഒരു നായയുമാണ് ബന്ധപ്പെട്ട ഒരു കുട്ടിയുണ്ടായാൽ, നായ നജസാണ്, അയിനും നജസാണ്, കഴുകിയാൽ ശുദ്ധിയാവാത്ത നജസാണ്. പക്ഷെ അതല്ല, ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് പറയാണ്, ഒരു നായയും ഒരു ആടും തമ്മിൽ ബന്ധപ്പെട്ടിട്ട് അതിലൊരു കുട്ടിയുണ്ടായാൽ അത് ആടിന്റെ രൂപത്തിൽ തന്നെയുള്ള കുട്ടിയായിക്കോട്ടെ, എന്നാലും അതിനെ ഉലുഹിയത്ത് അറുക്കാൻ കഴിയില്ല, പാടില്ല. കാരണം നായ എന്ന് പറയുന്നത് ഉലുഹിയത്ത് അറുക്കാൻ പാടില്ലാത്തതും ആട് എന്ന് പറയുന്നത് ഉലുഹിയത്ത് അറുക്കാൻ പാടുള്ളതുമാണ്. അപ്പൊ അത് 2 തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായ കുട്ടി അറുക്കാൻ പാടില്ല. മറ്റ് ഉലുഹിയത്ത് അറുക്കാൻ പാടുള്ള 2 മൃഗങ്ങൾ, അത് ഏത് മൃഗങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുട്ടികളുണ്ടായാലും ആ കുട്ടിയെ ഉലുഹിയത്ത് അറുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കാട്ടുപോത്ത്, കാട്ടുമൂരി ഇവകളെ ഉലുഹിയത്ത് അറുക്കാൻ പാടില്ല. കാട്ടുപോത്തിനെയും കാട്ടുമൂരിയെയും ഉലുഹിയത്ത് അറുക്കാൻ പാടില്ല. ഇനി ഏത് മൃഗത്തിനെയാണ് അറുക്കൽ നല്ലത്? ആണ് മൃഗത്തിനെയാണോ പെണ്ണു മൃഗത്തിനെയാണോ? അവിടെ ആണ് മൃഗത്തിനെയാണ് ഏറ്റവും നല്ലത്, അറുക്കാൻ നല്ലത്. അതിൽ തന്നെ കൂടുതൽ ഇണചേരാത്ത മൃഗത്തിനെയാണ് അറുക്കൽ നല്ലത്. മറ്റു മൃഗങ്ങളുമായി കൂടുതൽ ഇണചേരാത്ത ആണ് മൃഗത്തിനെയാണ് ഏറ്റവും നല്ലതായി അറുക്കൽ നല്ലത്. അത് കിട്ടാനില്ല എങ്കിൽ കൂടുതൽ ഇണചേർന്നതായ ആണമൃഗത്തിനെ. ഇനി ആണമൃഗത്തിനെ കിട്ടാനില്ല എങ്കിൽ കൂടുതൽ പ്രസവിക്കാത്ത പെണ്ണുമൃഗത്തിനെ, അതുമില്ല എങ്കിൽ കൂടുതൽ പ്രസവിച്ച പെണ്ണുമൃഗത്തിനെയും കുഴപ്പമില്ല. അപ്പൊ മുന്തിക്കേണ്ടത് ആദ്യം ആണുമൃഗത്തിനെയാണ്, അതിൽ തന്നെ കൂടുതൽ ബന്ധപ്പെടാത്ത, കൂടുതൽ ഇണചേരാത്തതിനെയാണ്. പിന്നെ കൂടുതൽ ഇണചേർന്നതായാലും കുഴപ്പമില്ല. അതുമില്ല എങ്കിൽ പെണ്ണുമൃഗത്തിനെയും, ആ പെണ്ണുമൃഗത്തിൽ തന്നെ കൂടുതൽ പ്രസവിക്കാത്തതിനെയും, അതും കിട്ടാനില്ല എങ്കിൽ കൂടുതൽ പ്രസവിച്ചതിനെയും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഷെയർ കൂടിയിട്ട് മൃഗത്തിനെ അറുക്കുമ്പോൾ അവിടെ ആരാണ് നിയ്യത്ത് വെക്കേണ്ടത്? അവിടെ 7 ആളുകൾക്കും വേണമെങ്കിൽ നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ ഒരാളെ ഏൽപ്പിക്കുക.
ഞങ്ങൾ എല്ലാവരുടെയും നിയത്ത് നീ ഒരാൾ വെക്കുക എന്ന്. അതുപോലെ അറുക്കാൻ ഒരാളെ ഏൽപ്പിക്കുക. അത് നിയത്ത് വെക്കാൻ ഏൽപ്പിച്ച ആളെ തന്നെ ആയിരിക്കണം എന്നില്ല, അറുക്കാൻ ഏൽപ്പിക്കുക. അത് രണ്ടാളെ മാറി മാറിയിട്ടും ഏൽപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നേർച്ചയാക്കുന്ന സമയത്ത് അവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു ഉലഹിയത്ത് അറുക്കാൻ മൃഗത്തിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു മൃഗത്തിനെ അറുത്തു കൊടുത്താൽ മതി. എന്നാൽ ഒരാള് ഒരു പശുവിനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആടിനെ കാണിച്ചിട്ട് പറയാണ് ഈ മൃഗത്തിനെ ഞാൻ ഉലഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിനെ തന്നെ അറുക്കണം, വേറൊന്നിനെ അറുക്കാൻ പാടില്ല. അവിടെ ചിന്തിക്കേണ്ടത്, അത് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഏകദേശ മസലകളും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടാവുന്നതാണ്. അതിനേക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് കമന്റിലൂടെ തന്നെ ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.